പ്രിയരെ എല്ലാവർക്കും നമസ്കാരം. വളരെ സങ്കടകരമായ നിമിഷങ്ങളിലൂടെയാണ് ഈ 3-4 മാസമായിട്ട് നമ്മുടെ നാട് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിന് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നല്ലൊരു വിശകലനം ആവശ്യമാണ്. ഞാനിപ്പോൾ ഉപ്പുതറയാണ്, കട്ടപ്പന ഉപ്പുതറ. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ ചേട്ടാ? ഇവിടെ 4 മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. സജീവ് മോഹനൻ എന്ന ആളും ഭാര്യയും 2 മക്കളും അതായത് തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്താനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് നാട്ടുകാരായ ഇവിടുന്ന് എന്തേലും ദൂരമുണ്ട് ചേട്ടാ? 150 നാട്ടുകാരായ ഈ ചേട്ടന്മാരോടൊക്കെ നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. ചേട്ടാ എന്താ ചേട്ടാ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു 3:45 ഞാൻ പണി കഴിഞ്ഞ് ഒരു 3:45 ഇവിടെ വരുമ്പോഴാണ് ഇന്ന പോലെ മരിച്ചെന്ന് പറഞ്ഞു കേട്ടത്. ഞാൻ ഇവിടെ നേരം ഓടിയപ്പം ഈ അയൽവക്കത്തിൽ 2 പേര് അവിടെ ഈ മോഹൻ്റെ പെൺപിള്ള, അതായത് ഈ മരിച്ച പയ്യൻ്റെ അമ്മ അവർ വളകൊണ്ടാണ് പണി കഴിഞ്ഞ് ഈ കുട്ടിമാൾ പിന്നെ അവർ ഇവിടെ വരുമ്പോൾ 3:45 അവർ വന്ന് വീടെല്ലാം പൂട്ടിക്കിടക്കുകയാണ്. പൂട്ടി കഴിയുമ്പോൾ അയൽവക്കക്കാരെ തൊട്ട അയൽവക്കത്തിൽ വീടുണ്ട്. ആ പയ്യനെ അവനെ വിളിച്ച് വന്ന് മോനെ ഇന്ന പോലെ എൻ്റെ പിള്ളേരും കണ്ടില്ല, ചെരുപ്പ് വഴിയിൽ വീട്ടിൽ മുറ്റത്ത് ചെരുപ്പൊക്കെ കിടപ്പുണ്ട്, എൻ്റെ മക്കളെ കണ്ടില്ല, കഥ അടച്ചിരിക്കാമെന്ന് പറഞ്ഞു. അന്നേരമാണ് ആ വന്നവനെ ജനൽ വഴി എത്തി നോക്കിയപ്പം ഈ കാണുന്നു. അവൻ അന്നേരം കഥ തട്ടി തുറന്നപ്പോഴാണ് ഈ മരണം കാണുന്നത്. 4 പേരും തൂങ്ങിക്കിടക്കുന്നത്, അച്ഛനും അമ്മയും 2 കുഞ്ഞുമക്കളും തൂങ്ങിക്കിടക്കുന്നത് കണ്ടത്. അന്നേരം ഞങ്ങൾ അന്നേരം ഞാൻ പോയി അവിടെ കണ്ടപ്പം 3 നാല് ഈ ഷീറ്റിൽ, അതായത് ഷീറ്റാണ്, വീട് വന്ന് ഷീറ്റാണ്, അതിലത് നമ്മളെ ഇത് ഇട്ടിട്ടുണ്ട് അടിയിൽ. അത് പിന്നെ കുത്തി തുറന്നിട്ടാണ് തുളച്ചിട്ടാണ് അതിനകത്താണ് തൂങ്ങിയിരിക്കുന്നത്. ഇരുമ്പ് പൈപ്പിലാണ് തൂങ്ങി, അതായത് ഷീറ്റ്, മേല് ഷീറ്റ്, മറ്റേ നമ്മൾ അടിയിൽ എടുത്തില്ലേ സീലിംഗ് തുളച്ചിട്ട് തൊട്ടടുത്ത് ഫാനുണ്ട്. ഫാനിൻ്റെ അടുത്ത് ഇങ്ങനെ 3 ഇതിട്ടിട്ട് ആ 3 പിള്ളേർ, അപ്പനും അമ്മയും ഒരു കൊച്ചു, ഒരു പെണ്ണും പിള്ള ഇപ്പുറത്ത് ഫാനിൻ്റെ ഇപ്പുറത്താണ് തൂങ്ങി നിന്നത്. പിന്നെ ഞങ്ങൾ സ്റ്റേഷനെ അറിയിച്ചു. പിന്നെ ചോദിച്ചു വരുമ്പോൾ ഇങ്ങനെ കട ബാധ്യതയാണെന്ന് പറയുന്നത്. കടമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ലോൺ എടുത്ത് ഫൈനാൻസിൻ്റെ പിന്നെ ഓട്ടോ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഫൈനാൻസുണ്ട്. പിന്നെ സംഘത്തിൽ ലോൺ സംഘമുണ്ടല്ലോ, കുറേ സംഘങ്ങൾ, അവിടെ കുറേ സാമ്പത്തികം എടുത്തിട്ടുണ്ട്. അവർ വന്ന് ഭീഷണിപ്പെടുത്തുന്നൊക്കെയാണ് പോലീസിൽ അവർ അപ്പം പറഞ്ഞു പോയി. നമുക്കറിയാം അതിൽ വരുന്നുണ്ട്, അവർ ഒരു ലോൺ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ പയ്യനെ കുറിച്ച് അവരെ കുറിച്ച് അങ്ങനെ ഒരു മോശമായിട്ട് റിപ്പോർട്ട് ഇവിടെ ഇല്ല. പുള്ളിക്ക് ഓട്ടം ഓടിയായിരുന്നു. കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ 2 മാസമായിട്ട് കോട്ടത്തിലാണ് പുള്ളി. ഈ നേഴ്സിന്മാരുടെ കൂടെയാണ് പണിക്ക് പോകുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പുള്ളി വീട്ടിൽ വന്നത്. അതായത് ഈ മരിച്ച സജീവ് എന്ന് പറഞ്ഞ ആ ടെററിസ്റ്റ് ഉണ്ട്, അയാൾക്ക് 40 പൈസ കാണും. വീട്ടില് ഇല്ലായിരുന്നു. അതായത് ഇവിടുന്ന് ജോലി സംബന്ധമായിട്ട് വീട്ടിൽ നിന്ന് മാറിയാണ് 15 ദിവസം കൂടുമ്പോഴായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ വന്നെന്ന് പറഞ്ഞാൽ സംഘക്കാരും അവിടെ ലോൺ അടക്കാനുള്ളത് വിളിച്ചു. അപ്പം അത് മാത്രമല്ല, കോട്ടയത്ത് ഈ പണി കുറവാണെന്ന്, വെയിലല്ലേ, പണി കുറവെന്ന് പറഞ്ഞ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പുള്ളി ഇവിടെ വന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച 15 ദിവസം വരും. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ വന്നതാണ്. അപ്പം ഇന്നലെ രാവിലെയാണ് തന്തയും തള്ളി രാവിലെ തന്ത വന്ന് കട്ടപ്പനയിലാണ് പണി. പുള്ളിക്ക് മേശന്മാരുടെ കൂടെ പണിയാണ്. രാവിലെ 6:30 പോവും. തള്ള വന്നിട്ട് രാവിലെ മത്തായി വളവ് കൊടുക്കും, പഠിക്കും പോകും. അപ്പം പിന്നെ പോയിട്ട് ഇവർ മാത്രമേ ഉള്ളൂ, പെണ്ണുപിള്ളയും ഈ പിള്ളേരും ഇവരൊക്കെ ഉള്ളായിരുന്നു. അതങ്ങനെയാണ് സംഭവം. ഇത് ഈ ഏറിയാൽ ഈ ചെന്തല, അതായത് ഉപ്പറ ആദ്യമാണ് നമ്മൾ ഇത് നേരിട്ട് ഞാൻ കണ്ട സംഭവമാണ്. എനിക്ക് 60 വയസ്സായി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കാണുന്ന സംഭവമാണ്. ഈ നാട് നടത്തിയ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്മുടെ കാരണം കടയില്ലാത്ത മനുഷ്യനാരുമില്ല. ഇതുപോലൊരു സംഭവം ഒരു കുടുംബത്തിൽ നടത്തുന്നത് മാത്രമേ എനിക്കത് പറയാനുള്ളൂ. അതിന് പോലീസ് വകുപ്പ് ആണെങ്കിൽ ഗവൺമെൻറ് നല്ലൊരു തീരുമാനം എടുത്ത് ഇതിനുള്ള ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ എല്ലാവർക്കും ഉണ്ടെങ്കിലും അതിനുള്ള നല്ല ഒരു നടപടി എടുക്കുന്നത് മാത്രം ഈ വേളയിൽ ഞാൻ പറയുന്നു. ഏത് വീടെടുത്താലും സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്ത വീട് 100 വീടെടുത്ത് കഴിഞ്ഞാൽ 95% വീടുകൾ ഈ കൊറോണ വന്ന സമയത്ത് നമ്മൾ അതിനെ ഓവർകം ചെയ്തതാണ്.
ഈ കടമാണെങ്കിലും നമുക്ക് എല്ലാ ആൾക്കാർക്കും അവിടെ കൂടിയായിട്ടാണ് അറിഞ്ഞാൽ നാട്ടുകാർക്ക് അറിഞ്ഞാൽ ഞാൻ തുറന്നു പറഞ്ഞാലും ഇത് വീട്ടാനായിട്ട് പറ്റിയനെ ആളുപരി ഈ നാട്ടിലുള്ള ആൾക്കാരും 10 രൂപ വെച്ചെടുത്താലും എന്താണ് ഈ കട്ടപ്പന ഏരിയയിലുള്ള ആൾക്കാരാണെങ്കിലും പിന്നെ അത് തിരിച്ചടയ്ക്കാമല്ലോ. ചേട്ടാ ഇങ്ങനെ എടുത്ത് ഞാൻ വണ്ടി കയറി ഇങ്ങോട്ട് പോന്നപ്പോൾ പല ആൾക്കാരും ചർച്ചകളുണ്ടായിരുന്നു. ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ഗർഭിണിയായിരുന്നു എന്നൊരു സൂചനയോട് കിട്ടിയിട്ട് അതിൽ എന്തെങ്കിലും അതെല്ലേ സഹിക്കാൻ പറ്റിയല്ലേ ചേട്ടാ? 5 പേരാ പോയതല്ലേ? ഈ പെൺകുട്ടിയുടെ പേര് രേഷ്മ എന്നാണോ? രേഷ്മ അല്ലേ? ഈ പെൺകുട്ടിയുടെ വീട്ടില് ഒറ്റമ്പലത്തുള്ള പെണ്ണാണ് പിടിച്ചോണ്ട് വന്നത്. എവിടെയാ സ്ഥലം? ലോണ്ടറി എസ്റ്റേറ്റുള്ള പെണ്ണാണ്. അമ്മ മാത്രമേ അപ്പനില്ല. ഈ പെൺകൊച്ചിനാണോ? അപ്പൊ ഈ ചെറുക്കൻ അപ്പനും അമ്മയില്ലേ? ചെറുക്കൻ അപ്പനും അമ്മയും ഉണ്ട്. ഈ കുടുംബത്തിലാണ് അവര് ഒന്നിച്ച് ഞങ്ങൾ താമസിക്കുന്ന പോലെ, ഞാനും എന്റെ മക്കൾ താമസിക്കുന്ന പോലെ പറയാനില്ല. ഫൈനാൻസ് ആണ്. നമസ്കാരം ചേട്ടാ. ചേട്ടാ ഫൈനാൻസ് കാരണം കൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ. ഫൈനാൻസുകാർ എന്തിന് ഈ തെറി വിളിക്കുന്ന കാരണം കൊണ്ട് ഇത് ഇത്ര സംഭവിക്കുന്നത്. ഒരു കുടുംബം നശിപ്പിച്ചു. ഫൈനാൻസ് ഏതാന്ന് നമുക്ക് അറിയത്തില്ല. ഏലപ്പാറായിരുന്നു. ഏലപ്പാറയാണോ ഫൈനാൻസ്? ഫൈനാൻസ് ഏലപ്പാറ കട്ടപ്പനയിലുണ്ട്. പിന്നെ നമ്മുടെ ഈ സാബ് ലോണില്ലേ, ഈ സാബ് ലോണ്, അങ്ങനെ ലോണുകളുണ്ട്. പല കുടുംബശ്രീ ലോണുകളൊക്കെ ഉണ്ടോ? അതായത് 10 ലോണൊക്കെ അവര് മാക്സിമം എല്ലാ രീതിയിലും പണം എടുത്തു. എല്ലാ രീതിയിലും എല്ലാ ലോണും ഉണ്ട്. എന്നാലും എല്ലാം സഹിച്ചു പോയതാ. ഇപ്പോ ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഈ ഫൈനാൻസുകാർ ഈ തെറി വിളിച്ചത് അവർക്ക് 10 നാട്ടുകാർ മുന്നേ വെച്ച് തെറി വിളിച്ച് കാരണം കൊണ്ട് അവർക്ക് അത്ര ബുദ്ധിമുട്ടായിപ്പോയി. നാട്ടുകാർ മുമ്പ് മാത്രമല്ല ഇവിടെ വന്ന് തെറി വിളിച്ചു ചേട്ടാ. ഇവിടെ വന്ന് തെറി എത്ര പേരാ വന്നേന്ന് അറിയാം ചേട്ടാ? അവര് എത്ര പേരാന്ന് അറിയത്തില്ല. ഞാൻ ഇവിടെ അല്ല താമസിക്കുന്നത്. ഞാൻ പെരിയാറ്റിലാണ്. അതല്ലേ? അപ്പൊ എത്ര പേര് വന്നെന്നറിയാം ഇവിടെ തെറി വിളിക്കാൻ? ഇവരെ വന്നെന്ന് പറഞ്ഞ് നമ്മൾ പണിക്ക് പോയില്ലോ. അപ്പൊ എന്ന് വന്ന് ഈ ഫൈനാൻസുകാർ എന്ന് പറയാൻ നമുക്ക് അറിയത്തില്ല. കാരണം അത് നമ്മുടെ ഈ പയ്യൻ ഓട്ടോ ഓടിക്കുന്ന ഉപ്പാറ സിറ്റിയിലാണ്. അവിടെ വെച്ചാണ് ഫൈനാൻസിൽ, അവിടെ ഈ സിറ്റിയിലാണ് വെച്ചാണ് ഈ ഭീഷണിപ്പെടുത്തിയത്. ഉപ്പാറ സിറ്റി വെച്ചാണ് ഉപ്പാറയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപ്പാറിൽ നമ്മളെ ബൈപ്പാസിന്റെ അവിടെയാണ് ഈ വണ്ടി ഓടിക്കുന്നത് പയ്യൻ. അവിടെയാണ് ഇവന്റെ ഓട്ടോ സ്റ്റാൻഡ് അവിടെയാണ്. അവിടെ നിന്നാണ് ഒരു പയ്യൻ വണ്ടി ഓടിക്കുന്നത്. അവിടെ വെച്ചാണ് ഈ ഇവര് വന്ന് ഭീഷണിപ്പെടുത്തി. അതൊന്നും അറിയത്തില്ല നമുക്ക്, അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അതിന് ആ ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഈ സാബ് ലോണ് ആര് ഇതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട്. ഈസാബിന്റെ ആൾക്കാരും വരാറുണ്ടായിരുന്നു. ആൾക്കാർ കഴിഞ്ഞിട്ട് ഇന്നലെ കൂടെ വന്നിട്ടുണ്ട്. ഇന്നലെ രാവിലെ അവർ ഒരാൾ വന്നിട്ടുണ്ട്. എല്ലാവരും തേനീച്ച് പൊതിയുന്ന പോലെ. പിന്നെ അവർക്ക് ലോൺ ഉണ്ട്. നമുക്ക് ഒരു ലോൺ അടയ്ക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അടയ്ക്കുന്ന മുമ്പ് നിങ്ങൾ അടച്ചില്ലെങ്കിൽ ഞാൻ ഇത് സിവിൽ ചെയ്യുമെന്ന് പറഞ്ഞ് പറയും അവര്. പിന്നെ കൂടുതൽ ഒരു സങ്കടം എന്നാന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ചെയ്യരുതായിരുന്നു. ആ പിള്ളേരെയും തൂക്കി അവര്. പക്ഷെ ആ പിള്ളേരുടെ കാര്യം ഓർക്കുമ്പോൾ സഹിക്കത്തില്ലെന്ന് പറഞ്ഞാൽ സഹിക്കത്തില്ല. അതുപോലത്തെ ഒരു കാഴ്ചയായിരുന്നു ഞങ്ങൾ കണ്ടത്. ഇവിടെ വന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 5 മരണമാണ് ഇവിടെ സംഭവിച്ചത്. ബസ്സിൽ നിന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. 4 അല്ല 5 പേരാണ് മരിച്ചതെന്ന്. ഇത് പഞ്ചായത്ത്, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്മാര്, വാർഡ് മെമ്പർമാര് എല്ലാം ഇതിന്റെ അകത്ത് പങ്കാളികൾ തന്നെയാണ്. ഇതിനെ സംബന്ധിച്ച് കേരളത്തില് ഇനിയാണേലും ഇനി ഗ്രാമസഭകൾ, ഇനി എന്ന് ഗ്രാമസഭകൾ കൂടിക്കഴിഞ്ഞാലും അവിടെ ആ നാട്ടിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒരു കടത്തിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള മരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഹാർഡ് ഫാർമർ ചാനൽ പറയുന്നത്. കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടാക്കുക. ഗ്രാമസഭകൾ കൂടുന്ന ഗ്രാമത്തിന്റെ ഐക്യങ്ങൾ കാത്തു സൂക്ഷിക്കാനും അവർക്ക് വേണ്ട നാട്ടിലുള്ള ആൾക്കാർക്ക് നല്ല സുരക്ഷിതത്വമായ ഒരു ജീവിതം ഒരുക്കി കൊടുക്കാനുമായിട്ടാണ് ഗ്രാമസഭകൾ കൂടുന്നത്. സത്യസന്ധമായ നീതിപൂർവമായ കാര്യങ്ങൾ ഗ്രാമസഭയിൽ അവതരിപ്പിക്കുക. കടങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് കടങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. അത് ഉന്നത അധികാരികൾ ഇതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ഏറ്റെടുക്കുക. ഉന്നത അധികാരികൾ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക. ഭീഷണിപ്പെടുത്തി ഇതുപോലെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാകില്ല, ഒരു വീട്ടിലും ഉണ്ടാകില്ല. ചേച്ചി, ഇത് വേറെയുള്ള ഈ 10ഓളം ഫൈനാൻസുകാരുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇവര് വരാറുണ്ടായിരുന്നു ഇവിടെ എല്ലാവരും? ഇങ്ങനെ ഫൈനാൻസ് ഒന്ന് എല്ലാൻ്റെ ഉണ്ട്, ആശീർവാദമുണ്ട്, ഇങ്ങനെ കുറേ ലോണുകളുണ്ട്. അവർക്ക് കൊടുക്കാൻ മേലാഞ്ഞിട്ടാ ഇങ്ങനെ ചെയ്തെന്ന അവർ പറയുന്നത്. പക്ഷെ നമ്മൾ എന്തോരം കടമുണ്ടെങ്കിലും അത് നമുക്ക് കൊടുക്കാനുള്ള ഒരു കടം നമ്മൾ മേടിച്ചു പോയെങ്കിൽ അത് നമുക്ക് ഇന്നെല്ലാം നാളെ തരാമെന്ന് പറഞ്ഞ് നമുക്കത് ചെയ്യാം. അവർ നമ്മളെ അടിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യത്തില്ലല്ലോ. ഇവർ ഈ പിള്ളേരെയും വെച്ചോണ്ട് ഇവർ അങ്ങനെ ഒരു മാർഗം ചിന്തിച്ചാൽ മതിയായിരുന്നു അവർക്ക്. നമ്മൾ എന്നായാലും നമുക്ക് ഈ കടം കൊടുക്കാം,
ഇന്നില്ലെങ്കിൽ 10 പകല് കഴിഞ്ഞ് നമുക്ക് ഈ കടം കൊടുക്കാമെന്ന് പറഞ്ഞ് ആ തള്ളയും തന്തയും ചിന്തിച്ചിരുന്നെങ്കിൽ ഈ സംഭവം സംഭവിക്കത്തില്ല. ചേച്ചി, ഞാൻ ഇവിടെ ഗ്രാമസഭകളൊക്കെ ഇല്ലേ ചേട്ടാ? ഗ്രാമസഭ കൂടുമ്പോ ഈ കടങ്ങളുടെ കാര്യം പറയാറുണ്ടോ? അതല്ലേ ചേച്ചി, ഇനി മുതൽ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണെങ്കിലും അവരോട് പറയണം, ഏറ്റവും ആദ്യം ഇവിടെ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചൊരു കണക്ക് വേണം. കണക്കത് കൃത്യമായിട്ട് രജിസ്റ്ററിൽ കൊള്ളിക്കണം, അതിനെ സംബന്ധിച്ച് എടുക്കണം. അതുകൂടാതെ ഇവിടെയുള്ള കടങ്ങളെ സംബന്ധിച്ച് ഗ്രാമസഭയിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ആ ഗ്രാമസഭയിൽ ഓരോ വീട്ടിൽ എത്ര കടങ്ങളുണ്ടെന്ന് ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു റിപ്പോർട്ട് എല്ലാവരും കൂടി തയ്യാറാക്കണം. ഇതെല്ലാം അതായത് കേരളം ഒട്ടിക്ക് എല്ലാ പഞ്ചായത്തിലും അനിവാര്യമാണെന്ന് എനിക്ക് ഒരു ഇത് ഉണ്ടാകണമെങ്കിൽ പഞ്ചായത്ത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പോലും ഇവിടുത്തെ ആരും നമ്മളെ അറിയിക്കത്തില്ല. ഇവിടുത്തെ കമ്മിറ്റികളിലാണ് ഇത് കൂടുന്നത്. പക്ഷെ അവിടെ അവരുടെ പാർട്ടിക്കാർ ഏത് പാർട്ടിയിൽ മെമ്പറാണോ അവരെ കുറെ ആൾക്കാർ അവർക്ക് ഈ മറ്റേ 100 പേരുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലും പാസ്സാക്കണമല്ലോ, അതിനു വേണ്ടിയുള്ള ആൾക്കാരെ വിളിച്ച് ഒപ്പിടുന്നല്ലാതെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറയാനോ ഒരു വേദി ഓർക്കാൻ നമ്മുടെ ഇവിടുത്തെ പ്രസിഡന്റ് ആണെങ്കിലും പഞ്ചായത്ത് മെമ്പറാണെങ്കിലും ശരി അത് തയ്യാറാകത്തില്ല. അവരുടെ കാര്യങ്ങൾ പഞ്ചായത്ത് മെമ്പറായാൽ അവരവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ നടത്തുന്നതല്ല. ഇവിടെ ജനങ്ങൾക്ക് ഈ വാർഡിലുള്ള ജനങ്ങൾക്ക് ഇന്ന് സാറ് പറഞ്ഞ പോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ കുടിവെള്ളം ഇല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കാനൊന്നും അവർക്ക് നേരമില്ല. പ്രിയരെ, നമ്മുടെ കേരളം മൊത്തത്തിൽ മാറേണ്ട ആവശ്യകത കടന്നിരിക്കുകയാണ്. നമ്മൾ ഈ ഏരിയയിൽ അതായത് 10-80 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് ഇവിടെ ഗ്രാമസഭയോട്ട് ഈ റിപ്പോർട്ട് ആർക്കൊക്കെ കടകളുണ്ട്, എത്രമാത്രം കടകളുണ്ട്, എന്ത് ബുദ്ധിമുട്ടുകളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തുമാത്രമുണ്ട് എന്ന് ഗ്രാമസഭയിലും കൂടി അത് മാത്രം പ്രസിഡന്റ് കൈകാര്യം ചെയ്തുകൊണ്ട് ഈ നിവേദനം ഗവൺമെന്റിന് കൊടുത്ത് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം. ഇങ്ങനെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഇങ്ങനെ ഈ കടത്തിൽ നിന്ന് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണമെന്ന് മാത്രം ഈ വേളയിൽ ഈ മരണ വീട്ടിൽ തൊട്ടടുത്ത് നിന്ന് ഞാൻ സംസാരിക്കുകയാണ്. പ്രിയരെ, നമുക്ക് രാഷ്ട്രീയം മറന്നിട്ട് നമ്മുടെ നാടിന്റെ നന്മയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കൈ കോർത്ത് മുന്നേറാം. രാഷ്ട്രീയവും മതങ്ങളൊക്കെ അവിടെ മാറി നിൽക്കട്ടെ. നമ്മുടെ ജീവനാണ് വലുത്. ഒത്തിരി ജീവനുകൾ ഈ കേരളത്തിൽ പൊലിയുന്നുണ്ട്. നമുക്ക് എന്താണേലും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. വലിയ ഹോർഡിംഗ് ബോർഡ് വെച്ചിട്ട് കേരളം നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി കോഴിച്ചിട്ട് കാര്യമില്ല. ഇതിനുവേണ്ടി മാർക്കറ്റിങ്ങിന് ആളെ നിർത്തിയിട്ട് കമന്റ് ഇടാനും കമന്റ് ബോക്സ് നിറയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് കേരളം വീട്ടുകൊട്ടാരം പോലെ കൂപ്പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണേലും വളരെ സങ്കടം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ചേട്ടാ, മറിക്കട്ടെ. ഓക്കെ സാർ.